ഓരോരുത്തർ പറയുന്നതൊക്കെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സ്വപ്നം കാണണം, സ്വപ്നം കണ്ടാലേ അത് നടക്കുള്ളൂ എന്നിട്ട് അത് വെറുതെ ആണ് നിൽക്കൊന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ആലോചിച്ച് സ്വപ്നം കണ്ടു കുത്തിരുന്നാൽ ആ കാര്യം നടക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ആഗ്രഹിക്കാറുമില്ല. അതുപോലെ ആരോടും ഷെയർ ചെയ്യാണ്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഷെയർ ചെയ്യട്ടോ. കാരണം വെച്ചാൽ നടക്കാണ്ടായി പോകും വിചാരിച്ചിട്ടോ. പിന്നെന്ന് വെച്ചാൽ അതേമാതിരി എനിക്ക് എൻ്റെ നല്ല കമ്പനിക്കാരോടൊക്കെ എൻ്റെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ വീട്ടിൽ തുറന്ന് പറയുന്ന ഒരാളാട്ടോ. എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും നല്ല കമ്പനിക്കാരാണോ അവരോടെ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുള്ളൂ. അല്ലാണ്ട് എല്ലാം ഞാൻ മറ്റുള്ളവർ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാകില്ല, അവരോട് ഞാനെല്ലാം പറയാറുണ്ട് കേട്ടോ. പിന്നെ മുടക്കും അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും തോന്നിയാൽ ഞാനത് പറയാതെ ഇരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ ഇതാക്കണം. വേഗം രാവിലെ തന്നെ നമ്മൾ കടലക്കറി ഉണ്ടാക്കട്ടെ. കടലക്കറിക്ക് ഒരു വലിയൊരു കയ്യിലിട്ട് ചെറിയ പതിച്ച് ചിന്താണ്ടക്കാരാട്ടോ. കുക്കറിനുള്ളിൽ അങ്ങനെ കയ്യിലിട്ടാൽ പതിച്ച് ചിന്തൂലട്ടോ. എൻ്റെ ചില വീഡിയോസിലൊക്കെ കണ്ടില്ല പതിച്ച് ചിന്തത്. അത് ഞാൻ മറന്നു പോകുന്ന ദിവസമാണ് ഈ പതിച്ച് ചിന്തൽ കേട്ടോ. അങ്ങനെ പിന്നെ മൂടിയൊക്കെ കൈക്ക് ഇതാക്കാൻ ഭയങ്കര പണിയായിരിക്കും. പതിച്ച് ചിന്തിയാൽ അത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നിട്ട് ഞാൻ ആ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് മീറ്റിംഗ് ആണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല. അങ്ങനെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗെയിംസും കാര്യങ്ങളിലൊക്കെ ഇതാക്കണം അത്യാവശ്യം പാസ്സായവർക്കൊക്കെ ഇതാക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ലഡു തന്നിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കണവർക്ക് ലഡു പറ്റൂലെന്ന് തോന്നുന്നു. ഓള് ഷുഗർ കട്ട് എന്താ അറിയില്ല, ഓള് ലഡു കഴിക്കാത്തത് കൊണ്ടേ ആ ലഡു അവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെറൈറ്റി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചും അതിൻ്റെ ഇടയിൽ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ലേ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഓമശ്ശേരി തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വല്ലാതെ സാധനം ഒന്നും വാങ്ങാനില്ല കേട്ടോ. കാരണം കുറച്ച് ദിവസം മുമ്പ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ചെറിയ കല്ലുപ്പും അതേമാതിരി 2-3 സാധനങ്ങൾ വാങ്ങാനുള്ളൂ. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല. ഒരു കല്ലുപ്പും അതുപോലെ ഒരു പരിപ്പും വാങ്ങാണ്ടായിരുന്നു. അതെല്ലാം കൂടി വാങ്ങിയിട്ട് ഞാൻ പിന്നെ പോയത് ഓമശ്ശേരി തന്നെ ഹെൽത്ത് സെന്ററിലാട്ടോ. ഇവിടുത്തെ ഹെൽത്ത് സെന്റർ കാരണം മുക്കത്ത് കുറേ ഡോക്ടർമാരുണ്ടാവും, കുറേ മരുന്ന് കൊടുക്കുന്നിടത്തും കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇവിടെ 1-2 ആൾക്കാരായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതെല്ലാം കൂടി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് മരുന്നിനാണ് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അവിടെ ഒരാളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് മുക്കത്ത് പോയി അവിടെ കാണിച്ചു പോകേണ്ട ഒരു സമയം ഇവിടെ നഷ്ടപ്പെട്ട് തോന്നുന്നു. കാരണം കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മരുന്ന് വാങ്ങുന്നിടത്തായിട്ടും അല്ലാതെ കാണിക്കാനായിട്ടും ഒരു മരുന്ന് എടുക്കുന്നിടത്ത് ഒരാളായതുകൊണ്ട് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാനും അവിടെ നമുക്ക് തിരിച്ചു പോന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങി കഴിക്കാൻ കേട്ടോ. അവർക്ക് ഫ്രൂട്ട്സ് നാരങ്ങ ഓറഞ്ചിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓറഞ്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പോലെ കഴിക്കും. അങ്ങനെ കുറേ ആയി പൊരികൾ തിന്നിട്ട് നമുക്ക് ചിലവർക്കൊക്കെ വയറുവേദന ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് പേടിയാട്ടോ. മക്കൾക്ക് ഈ പൊരികൾ വാങ്ങിക്കൊടുക്കാൻ കുറേ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഒക്കെ പൊരികൾ അധികമായി തിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനായാലും കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരുവിധം പൊരികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടോ. പൊരികളെ വാങ്ങലില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം എന്നാട്ടോ പൊരി വാങ്ങുന്നത്. അപ്പോൾ എന്തോ അസുഖം മക്കൾക്ക് വരരുത് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇതാക്കണം. അതിന് പകരം ബിസ്ക്കറ്റും സാധനങ്ങളും വേറെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിർത്തിക്കണം. മക്കൾ വൈകുന്നേരം വന്നാൽ ചോറോ കാര്യങ്ങളൊന്നും തിന്നൂല കേട്ടോ. അതിനേശം ഇതാക്കണം. ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മോനുണ്ട് ഇവിടെ കേട്ടോ. മൂപ്പരും തേത്താന്ന് ചാമ്പക്ക മെത്തുമലുണ്ട് കയറി അങ്ങനെ കുത്തിരിക്കുന്നത്. നമ്മളെ പറമ്പ് തന്നെ കേട്ടോ, ആരാൻ്റെ പറമ്പല്ല കേട്ടോ. നമ്മളെ പറമ്പ് മീൻസ് തറവാടാട്ടോ. ഞാനൊക്കെ നിന്ന് ആദ്യത്തെ വീട് ഞങ്ങൾ പിന്നെ ഇവിടുത്താണ് മാറിയത് കേട്ടോ. അപ്പോൾ ഈ ഇതിപ്പോൾ തറവാടാണ് എൻ്റെ അങ്ങനെയല്ല എല്ലാവരും കിട്ടാം. അപ്പോൾ പിന്നെ ഇവിടെ ചാമ്പക്കന്മാരുണ്ട്. അതിമാല് മൂപ്പര് അനിപ്പോൾ ഈ മാമല് മാങ്ങ എൻ്റെ പൂട്ടിന് അനി ഈ മാവിൻ്റെ മുകളിലൊക്കെ കഴിക്കും ഓൻ്റെ കയറാൽ കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാൻ്റെ പറമ്പിലൊന്നും പോയി കയറൂല കേട്ടോ. കയറാൻ ഞാൻ കണ്ടാന്നല്ല വൈക്കും അറിയാലും അതിൻ്റെ പരിപാടിക്ക് നിൽക്കല ഓൻ്റെ ന്യായം കൊണ്ടാണ് ഓന് കയറുന്നത് കേട്ടോ. അങ്ങനെ കുറേ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ അതാക്കണം പറിച്ചിട്ട് ഒരു ചാമ്പക്കയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് നാളെ സ്കൂളിലൊക്കെ ആണെന്നാണ് പറയുന്നത്. നാളെ സ്കൂളത്തെ കുട്ടിയെ കൂടി വയറ്റുന്നോക്ക് ഉണ്ടാക്കാനാണോ എന്ന് അറിയില്ല കേട്ടോ. ഏതാനും ഇതാക്കണം ചാമ്പക്ക അതിൻ്റെ ഇടയിൽ കൂടി പറിച്ചുണ്ടാക്കുന്നത്. അവിടെ ഞാൻ കുറേ പറഞ്ഞാൽ പറിക്കേണ്ട നാളെ സ്കൂളൊക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്കൂളത്തെ വയറ്റുന്നോക്ക് ഉണ്ടാക്കാനാണോ സ്കൂളൊക്കെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താവുന്ന നാളെ അറിയില്ല കേട്ടോ. ഏതാനും ചാമ്പക്ക ഉണ്ടോ പറിച്ചുകൊണ്ടോന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി നാളെ ഉപ്പും മുളക് ഇട്ടിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ ടീച്ചർമാർ കണ്ടാൽ പിന്നെ എനിക്ക് വിളിയേക്കും. ഞാൻ കുറേ പറഞ്ഞത് പറിക്കേണ്ട ടീച്ചർമാരോട്. ഏതായാലും ഞങ്ങൾ ഇതാക്കണ ഓനോട് ദേഷ്യം പിടിച്ച് ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൂട്ടി. നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാം കൂടി ഇതാക്കണം. എനിക്കാണ് പേടിയാകട്ടെ. ഇതിൻ്റെ അടിയിൽ കുറേ കരിങ്കല്ല് പോലത്തെ ആണ് ഓൻ്റെ ഓരോ വിക്രസ്. അതാണെങ്കിൽ തടിയില്ലാത്ത ചാമ്പക്കന്മാർ അടുത്തടുത്തുണ്ട് കേട്ടോ. ഒരു മരത്തുമെന്ന് പറിച്ചിട്ട് അടുത്ത മരത്തുമേൽക്ക് നമ്മൾ കവുങ്ങുമ്പോൾ നാടിയിട്ട് അപ്പുറത്തേക്ക് കയറല്ലേ. അതേമാതിരിയൊക്കെ ആണ് ഓരോ വിക്രസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടി കഴിഞ്ഞ് വീട്ടിലെ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ പ്രാന്ത് പിടിക്കുന്നത് എന്തോരാണ് ഇല പോരാത്തതിനാണെങ്കിൽ പാത്രം ഉണങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ വെച്ചാൽ രാവിലെ പോയതാണ്. ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോഴേക്ക് ചോറ് എനിക്ക് തിന്നാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കടലക്കറി തിന്ന് ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. അത് തിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാനും ഇതാക്കണ ചായയും കാച്ചി നല്ലോണം ചായ പുട്ടും കൂടി തിന്നപ്പോൾ മനസ്സിനൊരു റാഹത്ത് അങ്ങോട്ട് ആയിട്ടോ. ഉച്ചക്കത്തോ വൈകുന്നേരത്തോ എല്ലാം കൂടിയായിരുന്നു കേട്ടോ. ഏതാനും വീഡിയോ അന്നത്തെ അവിടെ വൈൻഡപ്പ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഫോളോയും ലൈക്കും ചെയ്യട്ടോ.